പടവലങ്ങ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഉള്ളിയുടെ അളവ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, കൂടുതൽ എടുക്കും തോറും ടേസ്റ്റ് കൂടിയുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് 1-2 പച്ചമുളക് കൂടി കഷ്ണമാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഈ പടവലങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിൽ ഇതങ്ങ് വെന്ത് കിട്ടും. എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങയെല്ലാം വറുത്തരച്ചിട്ടുള്ളൊരു അരപ്പാണ്. അതിനു വേണ്ടി കുറച്ച് നാളികേരം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട. ഒരു 1.5 കപ്പോളം നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടെല്ലാം പോയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പടവലങ്ങയുടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തിടാനുണ്ട്. വറുത്തിടുന്നത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ വെച്ചിട്ടുള്ള മസാലക്കറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ. കാരണം പടവലങ്ങ വെച്ചിട്ട് നമ്മൾ അങ്ങനെ അധികം മസാലക്കറി വെക്കാറില്ല, പരിപ്പൊക്കെ ഇട്ടല്ലേ വെക്കാറ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി കറിയാണ്. വീണ്ടും കാണാം.